ഒരു സൂറത്ത് തന്നെ മാറ്റിവെച്ച പവിത്രമായ ഒരു സൂറത്ത് അല്ലാഹു മാറ്റിവെച്ചു. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകളിൽ അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ ഇറങ്ങുന്ന രാത്രിയാണ്. ഖുർആനാണ് ലൈലത്തുൽ ഖദർ ആവാനുള്ള കാരണം. ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. ലൈലത്തുൽ ഖദർ എന്നാലായി. ഇനി ആ ലൈലത്തുൽ ഖദർ ആയതിനു ശേഷം ഒരു മഹത്വപ്പെട്ട് പറയുന്നത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അല്ലാഹുവിന്റെ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയാണ്. ഇന്നൽ മലായികത തിൽക്കൽ ലൈല. ആ രാത്രിയിലെ മലക്കുകൾ അക്സറു മിൻ അദദിൽ അസ്വാ. ഭൂമിയിലുള്ള ചരൽക്കല്ലിനേക്കാളും കൂടുതലായി. ഭൂമിയിലുള്ള ചരൽക്കല്ലിനേക്കാളും കൂടുതലായിരിക്കും അന്ന് ആ രാത്രി മലക്കുകൾ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? ജിബ്രീൽ അലൈഹിസ്സലാം ലോകത്ത് ഇതുവരെ കടന്നു വന്ന എല്ലാ മഹാന്മാർക്കും വഹ്യ് എത്തിച്ചു കൊടുത്താണ്. പ്രവാചകന്മാരെ നേരിട്ട് ബന്ധപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മാത്രമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീലും, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനും നൽകി കൊടുത്ത ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്തനായ റൂഹ് എന്നാണ് ജിബ്രീലിനെ വിളിക്കുന്നത്. റൂഹ് നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്തനായ മലക്കിന്റെ കയ്യിലൂടെയാണ് ഞാൻ ആ ഖുർആനിനെ ഇറക്കിയത്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് അല്ലാഹുവിന്റെ വചനമാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്തനായ റൂഹിന്റെ കയ്യിൽ, ആത്മാവിന്റെ കയ്യിലാണ് അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കി തന്നത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ലിതകൂന മിനൽ മുൻദിരീൻ. മുന്നറിയിപ്പ് നൽകാനാണ് അല്ലാഹു തആല ഖുർആൻ നമ്മൾക്ക് ഇറക്കി തന്നത്. റൂഹുൽ അമീൻ വിശ്വസ്തനായ മലക്ക് എന്നാണ് അല്ലാഹു മലക്കിനെ പരിചയപ്പെടുത്തുന്നത്. മലക്കിനോട് ജിബ്രീലിനോട് ചൊടിയുള്ള ആളുകൾ എന്നുണ്ടായിരുന്നു. ജിബ്രീലിനെ കുറ്റം പറയുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ജിബ്രീലിനോട് ശത്രുത കാണിക്കുന്ന ആളുകളെ, നിങ്ങളെ ശത്രുത കാണിക്കുന്നത് എന്നോടാണ്. ജിബ്രീലിനോട് ശത്രുത കാണിച്ചാൽ എന്നോട് ശത്രുത കാണിക്കണം. فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته. അല്ലാഹുവിന്റെ ശത്രുവായി മാറിയാൽ, മലക്കുകളുടെ പ്രവാചകന്മാരുടെ ജിബ്രീലിന്റെ ശത്രുവായി മാറിയാൽ, ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ. അവരുടെ ശത്രുവായി അല്ലാഹു മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ടാണ് സഹായിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ സഹായിക്കുന്നത്. ചെങ്കടലിന്റെയും ഫിർഔനിന്റെയും മധ്യേ മൂസാ നബിയും സമൂഹവും പെട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്ന അവിടേക്ക് ജിബ്രീൽ വരുന്നു.
ചെങ്കടലിൽ 2 കഷണമായി പിളർത്തുന്നു. എന്നിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുന്നു. ഫിറഔനെ മുക്കിക്കൊല്ലുന്നിടത്തും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇറങ്ങി വരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വീണപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുപ്പായം പതിപ്പിച്ചത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഏതാണ് ആ കുപ്പായം എന്നറിയോ? ഖമീസ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായമാണത്. ആ കുപ്പായമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ കാരണമായത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ കരഞ്ഞ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ വസ്ത്രം തന്റെ ജ്യേഷ്ഠന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്കൊന്ന് തടവുമ്പോൾ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുന്നുണ്ട്. ആ കുപ്പായമാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ വെച്ച് പുതപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ മക്ബറയിലേക്ക് പോയാൽ അവിടെയുള്ള തുണി പിടിച്ച് മുത്താണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ചില ആളുകൾ, നല്ല ചില ആളുകൾ ഇഷ്ടപ്പെടില്ല. എന്തിനാ മക്കാമിൽ തുണി മുത്തുന്നത്? എന്തിനാ മക്ബറ മുത്തുന്നത്? അതാണ് യാക്കൂബ് നബിക്ക് കണ്ണിന്റെ കാഴ്ച കൊടുക്കാൻ പഠിക്കാൻ കഴിയാം, അള്ളാഹ് ഡയറക്റ്റ് കൊടുക്കാൻ കഴിയാം. പിന്നെ യൂസുഫ് നബിയുടെ കുപ്പായം കൊണ്ട് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ചത് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ബുദ്ധി തന്നെ. എതിർക്കുന്ന കുറച്ച് ആളുകൾ ഇതിനെപ്പറ്റിയതൊക്കെ നമുക്കേ തിരിയൂന്ന് കുറച്ച് ആളുകൾ അവർ കാര്യം ഒന്നും തിരിയില്ല. അത് മനസ്സിലാക്കിയാൽ പ്രശ്നമില്ല. മുൻപ് എതിർക്കുന്നതാണ് ചോറാവും അവരിത് പറ്റിയില്ല, ഒന്നും തിരിയില്ല. തിരിയില്ല തന്നെ ഒന്നും തരില്ല, ഒരു ചുക്കും തരില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇതും അങ്ങനെ തന്നെ റസൂൽ അള്ളാഹു കാഴ്ചപ്പാട് കൊടുക്കാൻ കഴിയാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് കൊണ്ടുവന്ന് ഖുർആൻ ആയത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം ഇട്ട കുപ്പായം കൊണ്ടുവന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇദാ ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം കൊണ്ടുപോ, എന്റെ ഈ കുപ്പായം കൊണ്ടുപോ. ഫഅൽഖൂ അലാ വജീഹി, എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് തടവു. ഫഅൽഖൂ അലാ വജീഹി, എന്റെ ഉപ്പാന്റെ മുഖത്തോട്ട് തടവു. യഅതി ബസീറൻ, ഉപ്പാക്ക് കാഴ്ച ശക്തി കിട്ടും. അതൊക്കെ ഖുർആനാണ്, ഹദീസിലാണ്. ഇതാണ് നമ്മൾ മക്ബറയിൽ പോയാൽ മഹാന്മാരുടെ ചാരത്തിലുള്ള തുണി കുറിച്ച് മഹാനാണ് എന്റെ കുപ്പായം കുറിച്ച് കണ്ണിലേക്ക് തടവി കാഴ്ച. അതുകൊണ്ട് അറിയാത്ത വിഷയത്തിൽ വെറുതെ അഭിപ്രായം പറഞ്ഞു ആഹ്റം നഷ്ടപ്പെടാൻ ഞാൻ എല്ലാവരും സൗകര്യം തറാവില്ല വിഷയം 8 സെക്കൻഡ് പോയിക്കോളി, 4 സെക്കൻഡ് പോയിക്കോളി, 10 പോയിക്കോളി. പക്ഷെ 8 എന്ന് പറഞ്ഞ് വാദിക്കാൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് സമയത്ത് ഓതണ്ട വാദിക്കണ്ട, തെറ്റാണ്. അത് ശിർക്കാണെന്ന് വാദിക്കണം. കാരണം നിങ്ങൾക്ക് അറിയില്ല, അറിയാത്ത കാര്യം വെറുതെ വാദിക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ കോൺട്രാക്ട് റോഡ് ഉണ്ടാകുമ്പോൾ സിമെന്റിങ് ഇടണം, ജെല്ലിങ് ഇടണം, എനിക്ക് വാദിക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ ശരിയാണ്. അതേപോലെ നമ്മുടെ നമുക്ക് കൂട്ടരും, നമ്മുടെ നമുക്ക് കൂട്ടരും ടൈൽസ് എനിക്കറിയില്ല. ടൈൽസ് വെട്ടപ്പാടാണോ സെറാമിക് ആണോ അത് കജേരയാണോ നമുക്കറിയില്ല. നിങ്ങൾക്ക് കൂട്ടരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാം. അതേപോലെ നമ്മുടെ കാര്യം നിങ്ങൾ ഇത്ര പറയാൻ നമ്മളെ ഇത്ര പറയാത്തതുപോലെ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കില്ല, അറിയാത്തത് അറിയാത്ത തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലുണ്ടായ സമയത്ത് ഇതേ കുപ്പായം യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ച ഈ കുപ്പായം കൊണ്ടുവന്ന് പുതപ്പിച്ചു. അതേപോലെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് അതിഥി വന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അതിഥി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. വീട്ടിലേക്ക് അതിഥി വന്നു, ആടിനാക്കാൻ നോക്കി. ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. അതിഥികളോട് വികാരം തോന്നി. ഹോമോസെക്ഷുവാലിറ്റി ലൂത്ത് നബിയുടെ ശിക്ഷയാണ്, ലൂത്ത് നബിയുടെ പരീക്ഷണമാണ് ഹോമോസെക്ഷുവാലിറ്റി, സുവർഗരതി. അപ്പോ വന്ന മലക്കുകൾ നല്ല കൊഞ്ചുള്ള പള്ളന്മാരെ വന്നത്. അപ്പൊ അവിടെയുള്ള ലൂത്ത് നബിയുടെ സമുദായത്തിന് ഇവരോട് താല്പര്യം തോന്നി. ഇവരെ ബാക്കിൽ കൂടി അവിടുത്തെ നാട്ടുകാർ
അപ്പൊ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്താ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ മക്കളെ ഞാൻ കല്യാണം കഴിപ്പിച്ചത്, പെൺമക്കളുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ചത്, ഇതെന്റെ അതിഥിയല്ലേ, ഒന്ന് റെസ്പെക്ട് ചെയ്യും. അവർ റെസ്പെക്ട് ചെയ്തില്ല, ഇതിനാലും കൂടി. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട്. ജിബ്രീലിന് 600 ചിറക്, ഒരു ചിറക് കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ മൊത്തം അടിയോടെ പിഴുത് തിരിച്ചു കളിച്ചു. ലൂത്ത് നബിയുടെ പവറാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പവറാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയാണ്, ശദീദുൽ ഖുവാ, ഏറ്റവും ശക്തിയുള്ള ആളാണ്. അള്ളാഹിനെ കുറിച്ചാണ് അള്ളാഹ് ശക്തിയുള്ള ആളെന്ന് അത് പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചാണ് അത് പറയാണ്, അന്നൽ ഖുവതലില്ല, ശക്തി അള്ളാഹ്ക്കാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അന്നൽ ഖുവതലില്ല, ശക്തി അള്ളാഹ്ക്കാണ്. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ, പഠിച്ചോനാണ് ഏറ്റവും ശക്തിയുള്ളവൻ. ആ സ്വന്തത്തെ കുറിച്ച് ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞ റബ്ബ് അതേ ഖുവത്ത് എന്ന പദമാണ് ജിബ്രീലിനെ കുറിച്ച് പറയുന്നത്. എന്താ പറഞ്ഞത്? അല്ലമഹു ശദീദുൽ ഖുവാ, ശക്തിയുള്ള ജിബ്രീലാണ് പഠിപ്പിച്ചത്, ശക്തിയുള്ള ജിബ്രീലാണ് പഠിപ്പിച്ചത്. ശക്തിയുള്ള ശദീദുൽ ഖുവാ, ഏറ്റവും ശക്തിയുള്ള ജിബ്രീലാണ് ഈ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിനെ പഠിപ്പിച്ചത്. പിന്നെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിയുള്ള, അങ്ങനെ 2 സൂക്തങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ശക്തിയുള്ള ആള് എന്ന രീതിയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു പാറ, ആ പാറയെ ജിബ്രീലിന്റെ ചിറകിലുണ്ടാകുന്ന വിരലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി അതിൽ ഖുറാനെ കെട്ടിയിട്ടു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ മറിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറക്, 600 ചിറകുണ്ട്, സ്വഹീഹായ ഹദീസാണ്. ഒരു ചിറക് കൊണ്ടാണ് സമൂഹത്തെ മൊത്തം മറിച്ചത്. മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ കുളിക്കുന്ന സമയത്ത് പുറത്തു വന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മക്കളെ തരാൻ വന്നതാണ്. മറിയം ബീവി പേടിച്ചു, ഇന്ന് വരെ ഞാൻ എന്റെ പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കണം. ജിബ്രീൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ജിബ്രീലാണ്, അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ് മക്കളെ തരാൻ. ആ സമയത്ത് ഇറങ്ങി വന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ കാലിട്ടടിച്ചപ്പോ അവിടെ വന്ന് സംസം കിണർ ഉണ്ടാക്കി കൊടുക്കുന്നതും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവർക്ക് ധൈര്യം പകരുന്നതും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവിടേക്ക് വന്നതും ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പിന്നെ ജിബ്രീലിനെ കാണുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിനെ കാണാൻ വല്ലാത്ത പൂതിയുണ്ടായി നബി തങ്ങൾ ഇടയ്ക്കിടെ ആകാശം നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ ഇടയ്ക്കിടെ ആകാശം നോക്കി, പക്ഷേ ജിബ്രീലിനെ കാണുന്നില്ല. സമയത്ത് സൗതം മിന സമായി, ആകാശത്തേക്ക് നോക്കും. ഫൈദാ മലക്കുൽ ലദീ ജാഅനി ബിഹിറാ, ഹിറാ ഗുഹയിലേക്ക് വന്ന മലക്കിനെ ഞാൻ കണ്ടു. ഖായിദുൻ അലാ കുർസിയിൻ ബൈന സമായി വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ പേടിച്ചു, കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ എങ്ങനെയാണോ അല്ലാഹു സൃഷ്ടിച്ചത് അതേപോലെ കണ്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൾ വിടർത്തി എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചത് അതേപോലെ കണ്ടപ്പോ ഗോളങ്ങൾ മൊത്തം കാണുന്നതായി, ഭൂമി ഈ ലോകം മൊത്തം ഇരുട്ടുന്നതായി തന്റെ ഒറിജിനൽ കോലത്തിൽ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നമ്മൾ കണ്ടു. അപ്പോ ആ കോലം ഭൂമിയെ മൊത്തം മറച്ചു വെച്ചു. എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് വരാറുള്ളത് ഒരു സ്വഹാബിയുടെ കോലത്തിലാണ്. ദഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ കോലത്തിലാണ് എപ്പോഴും നബിതങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളത്. ഒരു ദിവസം ഒറിജിനൽ തനി രൂപം നബിതങ്ങൾ തന്നെ ബോധം കിട്ടുന്നു. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്തിനാണ് ഇത്രയും ശക്തിയുള്ള ഒരാളെ വിശ്വസ്തനായ ഒരാളെ കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത്രയും വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കാനുള്ള കാരണം? ഈ പൂർവ്വത്തിൽ ശക്തിയുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കാനുള്ള കാരണം എന്താണ്? കാരണമുണ്ട്. ഇബ്ലീസിനെ പോലെയുള്ള ആളുകൾ ഈ
വരുന്ന മലക്കുകൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം ഒന്ന്. അപ്പൊ അതിനെ ഏതൊരാൾക്ക് പോലും ചെറുക്കാൻ കഴിയാത്തൊരു പവർ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊടുത്തു. പിന്നെ വേറൊന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മലക്കുകൾക്ക് ബോധം വിട്ട് വീഴും. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ പൊട്ടിക്കരയും. ചില ആളുകൾ ബോധം വിട്ട് വീഴും, ചില ആളുകൾ പിടിച്ചിക്കാൻ കഴിയില്ല. എന്നാൽ ജിബ്രീലിന് അങ്ങനത്തെ പ്രശ്നമില്ല. അള്ളാഹ് അത്ര പവറാണ് കൊടുത്തത്, അത്ര ശക്തിയാണ് അള്ളാഹു ജിബ്രീലിനെ കൊടുത്തത്. ജിബ്രീൽ തളരൂല, ജിബ്രീൽ പിടിച്ചു നിൽക്കും. ഇങ്ങനെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം, ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരാറുണ്ട്. വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, എന്തേ ഇടയ്ക്കിടെ വന്നൂടെ, എനിക്ക് കാണാൻ വല്ലാത്ത പൂതിയാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടെ വന്നുകൂടെ, നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഇവിടെ കാണാൻ പറ്റൂല. നിങ്ങളുടെ റബ്ബ് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കറങ്ങി വരാൻ പറ്റുള്ളൂ. നബിതങ്ങളോട് പറഞ്ഞു, നബിതങ്ങൾക്ക് കാണാൻ ഭയങ്കര പൂതി. ജിബ്രീലാണെങ്കിൽ വരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ കറങ്ങി വരാൻ പറ്റില്ല, അല്ലാഹുവിന്റെ കൽപ്പന വേണം. ജിബ്രീൽ വരുന്നു എന്നറിഞ്ഞാൽ നബിതങ്ങൾ നല്ല വസ്ത്രം ധരിക്കും, അത്ര നബിതങ്ങൾ കുളിച്ച് ഒരുങ്ങി നിൽക്കും. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ വരുന്നു എന്നറിഞ്ഞാൽ ജിബ്രീലിനെ കാണാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ഒരുങ്ങി തയ്യാറായി നിൽക്കും. പരിശുദ്ധമായ റമദാനക്കായാൽ ജിബ്രീൽ വരുന്ന സമയത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു ഐമൻ എന്ന് പറയുന്ന നബി തങ്ങളുടെ വളർത്തുമ്മയുടെ സമീപത്തേക്ക് പോകുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ, ഞങ്ങൾക്ക് ഉമ്മു ഐമന്റെ അടുത്തേക്ക് പോകാം. ഉമ്മു ഐമൻ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ വളർത്തിയയാളാണ്. 6ാമത്തെ വയസ്സിൽ ആമിന ബീവി വഫാത്തായപ്പോൾ ആമിന ബീവി അവിടെ മറമാടി. നബി തങ്ങളുടെ കൂടെ ഉണ്ടായത് ഉമ്മു ഐമനാണ്. നബി തങ്ങൾ ഉമ്മ എന്നാണ് വിളിക്കാറുള്ളത്, ഉമ്മു ഐമൻ എന്നവര്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം നബി തങ്ങളോടുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടി ഉമ്മു ഐമന്റെ സമീപത്തേക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. നബി തങ്ങൾ പറയും, ഉമ്മു ഐമൻ ഉമ്മി, ഉമ്മു ഐമൻ എന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്, ഉമ്മു ഐമനാണ് എന്ന് പറയാറുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹബ ഇലൈഹാ, സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും കണ്ടപ്പോൾ അവർ കരയാൻ തുടങ്ങി. എന്നിട്ട് നബി തങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, നബി തങ്ങളുടെ സിയാറത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോ ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ കരയുന്നത്? നിങ്ങൾക്കറിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയെക്കാളൊക്കെ ഏറ്റവും നല്ല സുഖത്തിലല്ലേ ജീവിക്കുന്നത്, ഏറ്റവും മനോഹരമായി പടച്ചോണ്ടെടുത്തല്ലേ നബി തങ്ങളുള്ളത്. ഇവിടുത്തെ പ്രയാസങ്ങളില്ല, ഇവിടുത്തെ ആഫാത്തുകളില്ല, പരീക്ഷണങ്ങളില്ല, ശത്രുക്കളുടെ ശർറില്ല, എല്ലാ സൗകര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നബി തങ്ങളുടെ ഒരുപാടിൽ കരയുന്നത്? അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് സൗകര്യമില്ല എന്ന കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അവരൊറ്റൊരു കാര്യത്തിലാണ് കരയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടെ വഹി ഇറങ്ങാറുണ്ടായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു. നബി തങ്ങളുടെ വഫാത്തോടുകൂടി ആ വഹി മുറിഞ്ഞിരിക്കുകയാണല്ലോ. എപ്പോഴൊക്കെ വഹി ഇറങ്ങുന്നുണ്ടോ ആ വഹിയുടെ കൂടെ ബറക്കത്ത് ഇറങ്ങാറുണ്ട്, റഹ്മത്ത് ഇറങ്ങാറുണ്ട്. അതാണ് എന്നെ കരയിപ്പിക്കുന്നത്. അല്ലാഹുമായിട്ടുള്ളൊരു ബന്ധം ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മുറിഞ്ഞു പോയല്ലോ. ആ വഹി മുറിഞ്ഞതിനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അഭാവത്തെ ഓർത്താണ് ഞാൻ കരയുന്നത് എന്ന് മഹദിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ ഒരുങ്ങി നിൽക്കും, നല്ല വസ്ത്രം ധരിച്ച്, അറാഖ് കൊണ്ട് പല്ല് തേക്കും, മിസ്വാക്ക് കൊണ്ട് പല്ല് തേച്ച്, നല്ല പെർഫ്യൂം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ കാത്തിരിക്കും. ഇതേപോലെ മഹാന്മാരായ താബിഈങ്ങളിൽ പ്രമുഖരായ നല്ലൊരു
100% ആളുകളും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയായാൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാണ് അവർ ഇരിക്കാറുള്ളത്. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാണ് അവർ ഇരിക്കാറുള്ളത്. എന്തേ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ പറയും തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ജിബ്രീൽ ഇറങ്ങുന്ന രാത്രിയാണിത്. മൂസാ നബിയുടെ അടുത്തേക്ക്, ഈസാ നബിയുടെ അടുത്തേക്ക്, ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക്, ലൂത്ത് നബിയുടെ അടുത്തേക്ക്, മറിയം ബീവിയുടെ അടുത്തേക്ക്, ഹബീബായ നബി തങ്ങളുടെ അടുത്തേക്ക് എല്ലാ പ്രവാചകന്മാരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ജിബ്രീൽ വന്ന് അവരോടൊക്കെ സംസാരിച്ച ജിബ്രീൽ പ്രത്യേകമായി ഇറങ്ങുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. ആ ജിബ്രീൽ ഇറങ്ങുമ്പോൾ ഈ മുഷിഞ്ഞ കുപ്പായം ധരിച്ച് കുടിക്കാതെ പല്ല് തേക്കാതെ വൃത്തിയില്ലാതെ അത്തർ പൂശാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുക എന്ന് പ്രമുഖരായ പല താബിഈങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു താബിഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിൽ ഏറ്റവും മുന്തിയ ബലപ്പെടുപ്പുള്ള ഒരു സുഗന്ധം, ഒരു അത്തർ കയ്യിൽ പിടിച്ച് ഞാൻ നടക്കും. എന്നിട്ട് വീട്ടിൽ വെച്ച് ആ അത്തർ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയായാൽ പുരട്ടും. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പള്ളിയിലൊന്നല്ലോ വീട്ടിലല്ലേ നിങ്ങളുള്ളത്? ഈ വീട്ടിൽ നിന്ന് ഇത്രയും വിലപിടിപ്പുള്ള അത്തർ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ആ താബിഈ പറഞ്ഞത് ജിബ്രീൽ ഇറങ്ങുന്ന രാത്രിയാണ്. ജിബ്രീൽ ഇറങ്ങുന്ന രാത്രിയാണ്. അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാളും പുണ്യമുള്ള 8 മണിക്കൂറാണ് പ്രിയപ്പെട്ടവരെ ഒരു രാത്രി ഉണ്ടാവുക. ഒരു നിസ്കാരം മുതൽ സുബ്ഹി വരെയുള്ള ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ നേരം നമ്മൾ ചെലവഴിച്ചാൽ 80 വർഷത്തെക്കാളും കൂടുതലുള്ള പ്രതിഫലമാണ് അല്ലാഹു തരുന്നത്. അവിടെ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അല്ലാഹുവിന്റെ മാലാഖമാർ ചരൽക്കല്ലുകളെക്കാളും കൂടുതൽ ഉണ്ടാകുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത്. ആ ജിബ്രീൽ വരുമ്പോൾ ഞാൻ എങ്ങനെ നല്ലൊരു അത്തർ പൂശാതിരിക്കും? നബി തങ്ങളുടെ അടുത്തേക്ക് പോയ ആളല്ലേ, ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോയ ആളല്ലേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബദർ യുദ്ധം നടന്ന മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ആയിരക്കണക്കിന് മലക്കുകൾ അല്ലാഹു ഇറക്കുന്നത് ജിബ്രീലിന്റെ നേതൃത്വത്തിലാണ്. ആയിരക്കണക്കിന് മലക്കുകൾ ഇറക്കുന്നത്. ലോകത്തുള്ള എല്ലാ മലക്കുകളിലും ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് ചോദിച്ചാൽ ബദറിൽ പങ്കെടുത്ത മലക്കാണ്. ആ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് നേതൃത്വം നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ റോഡിൽ പോയിട്ട് അങ്ങാടിയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് സ്വറ പറഞ്ഞിട്ട് പള്ളിയിൽ വന്നിട്ട് കിടന്നുറങ്ങിയൊക്കെ ചെലവഴിക്കാനുള്ളതല്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്ന രാത്രിയാണിത്. നല്ല വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. കുളിച്ചിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. നല്ല സുഗന്ധം പൂശണം. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി, വെറുതെ ഒരു കടമയ്ക്ക് വേണ്ടിയല്ല ലൈലത്തുൽ ഖദറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. من قام ليلة القدر إيمانا واحتسابا. അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ ഒരാൾ ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറച്ച് വിഷയങ്ങൾ ഞാൻ പറയാൻ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ നോമ്പ് 25 അഞ്ചെണ്ണയുള്ളൂ. എല്ലാവർക്കും നിസ്കാരം മടുത്തു, എല്ലാവർക്കും തറാവീഹ് മടുത്തു. ഷോപ്പുള്ള ആളുകളെ ഞാൻ ഒന്നും പറയുന്നത് നിങ്ങൾ കച്ചവടം നടത്തിക്കൊള്ളി. പക്ഷേ ഒരു പണിയില്ലാതെ പർച്ചേസ് എന്ന് പറഞ്ഞ് രാത്രി പോയിട്ട് നിസ്കാരം കളയുന്ന ആളുകൾ. തറാവീഹിന് 6 സഫ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ, 6 സഫ് ഉണ്ടായിരുന്നു തറാവീഹിന്. ലൈലത്തുൽ ഖദർ പെട്ടെന്ന് കുറഞ്ഞു പോകാൻ ഓരോരോ നാട് ഗൾഫിലൊക്കെ നിങ്ങൾ പോയി നോക്കും. നിങ്ങളെ ഗ്രൗണ്ടും റോഡൊക്കെ നിറയാണ്. 25, 27 രാത്രിയാകുമ്പോൾ പള്ളി നിറഞ്ഞിട്ട് ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ആയിട്ട് 10,000 നിസ്കരിക്കും. നമ്മുടെ നാട്ടിൽ 20 ആകുമ്പോൾ എല്ലാവർക്കും നിസ്കാരം പഠിക്കും. എന്താ നമ്മൾ ഇങ്ങനെ ഞാൻ അറിയുന്നത്? എന്താ നമ്മൾക്ക് ഇങ്ങനെ പോയത്? ഗൾഫിലൊക്കെ പോയാൽ സൗദി ആണെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും യൂട്യൂബിൽ കൊടുത്തു 27, 25 തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ഉനൂത്തിന് വേണ്ടുന്ന ആമീൻ പറയാൻ വേണ്ടി വരുന്ന ആളുകൾ നമ്മളെന്താ ഇങ്ങനെ പറയാം? വെറുതെ തറാവീഹ് ഇന്നലെ അങ്ങാടിയിൽ പോയിട്ട് ഒരു പണിയില്ല. ടൗണിലൊക്കെ രാവിലെ പോയിട്ട് എന്തൊക്കെ വാങ്ങാണ്ട് വാങ്ങിട്ട് പോയി വരും. പിന്നെ 5 ദിവസം നമുക്കുള്ളത് ഇന്ന് 26, നാളെ 27, 28 കഴിഞ്ഞു.
5 ദിവസം നമ്മൾ കൊണ്ട് 4 സമർപ്പിക്കാനുള്ളൂ. എന്നിട്ടും ആരും കാണുന്നില്ല. അത്താഴം കുറച്ച് ആളുകൾ വരുന്നു. അത്താഴില്ലെങ്കിൽ തമ്മിൽ അത്താഴം നാളെ വാങ്ങി ഒത്തിരി ആളുണ്ടാകും. പ്രാവശ്യം യാമില്ലെങ്കിൽ അത്താഴം ഭക്ഷണം കിട്ടുന്നുണ്ട്. ആളുകൾ കിടന്നു അത്താഴം ഇത് ഒഴിവാക്കിയ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താ ഈ ജിബ്രീൽ അലൈഹിസ്സലാം ആരാ ജിബ്രീൽ അലൈഹിസ്സലാം? ഈ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനത്തിൽ നമ്മൾ ഒരല്പമെങ്കിലും ബോധമുള്ളവരായി. അതുകൊണ്ട് നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും 5 ദിവസം കൊണ്ട് സത്ത തീർക്കാൻ പറ്റും. ഒരു രാത്രി മിനിമം 6 ദിവസം സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. ഒരു രാത്രി 5 രാത്രി 5 ദിവസം സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. ഒരു രാത്രി 5 ദിവസം 6 ദിവസം കൊണ്ട് ഓതിയാൽ 30 ദിവസമായി. വെരി സിമ്പിൾ ആയി. ഇനി 27 രാത്രി മുഴുവൻ 10 ദിവസം ഒരു രാത്രി തീർക്കാൻ പറ്റും. ഒരു ഹർത്തമെങ്കിലും ഓതി തീർക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് തോടി ഖുർആൻ നമ്മൾക്ക് സാക്ഷ്യമാക്കിയുള്ള ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആൻ ഒരു തോതി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആനിലെ സാക്ഷ്യമാക്കിയുള്ള കാര്യമാണ്. ബാക്കി എല്ലാവരും സമയം നമുക്ക് ഖുർആൻ ഓതാനല്ലേ സമയം ഉണ്ടാക്കില്ല അല്ലേ? ഖുർആൻ ഓതാൻ എല്ലാവർക്കും സമയം ഉണ്ടാക്കില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവർക്കും പകരുന്ന രാത്രി പള്ളിയിലോ എവിടെ വീട്ടിലോ വ്യക്തിക്കാർക്ക് ഏറ്റവും നല്ലത് വീട്ടിലാണ്. എവിടെയെങ്കിലും രാത്രി ഓർക്കാതെ ഖുർആൻ ഓതി. പിന്നെ ദുആ ഇജാബത്തുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. റമദാനിന്റെ അവസാനത്തെ രാത്രി ദുആ ഇജാബത്താണ്. പെരുന്നാളിന്റെ രാത്രി ദുആ ഇജാബത്താണ്. ആ 2 രാത്രിയാണ് ഇഷ്ടപ്പെടാതെ ദുആ ചെയ്യുന്നത്. റമദാൻ 29 ആണെങ്കിൽ 29ാം രാത്രി ദുആ ഇജാബത്താണ്. എന്ന് മാത്രമല്ല, ഓരോ രാത്രിയിലും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ 1 മുതൽ 28 വരെ എത്ര പേര് അല്ലാഹു മോചിപ്പിച്ച അത്രയും ആളുകൾ പുതുതായിട്ട് അവസാനത്തെ രാത്രി അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റമദാനിനെ ബഹുമാനിച്ച, ഖുർആനിനെ ബഹുമാനിച്ച എല്ലാ മനുഷ്യന്മാരും പെരുന്നാളിന്റെ രാത്രിയും അതേപോലെ രാത്രിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ദ്വാരക്കാൻ, പാവപ്പെട്ട ഫലസ്തീനികൾക്ക് നിങ്ങളുടെ ഇടം നൽകുക. നമ്മളാരും ദ്വാരക്കാരല്ല. അതന്നെയാണ് അവരുടെ ഒരു പരീക്ഷണം തീരാത്ത 4-5 മാസമായി ലോകം മൊത്തം ഇപ്പോ അവരുടെ സായുധ സന്നദ്ധരായ അവർക്ക് പാചകം ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വന്ന ഉണർവ പോലെയുള്ള ആളുകളെ നശിപ്പിച്ച് ബോംബ് സ്ഫോടനം നടത്തിയവരെ ഒരു രാജ്യം ഇടപെടുന്നില്ല. നമ്മുടെ ദ്വാരന്റെ പവർ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ പവർ പറയട്ടെ. ഒറ്റയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യം. അപ്പോഴാണ് പവർ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാവപ്പെട്ട ഫലസ്തീനികളുടെ രക്ഷയ്ക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി വായിച്ചു, നമ്മുടെ നാടിന് വേണ്ടി വായിച്ചു. പിന്നെ കുടുംബബന്ധം കുറിച്ച് വയ്ക്കുന്ന ആളുകൾ ദൈവത്തിൽ ഖദറിന്റെ മഹത്വം നടക്കില്ല. കുടുംബക്കാരെ പടങ്ങി നിൽക്കുന്ന ആളുകൾ ദൈവത്തിൽ ഖദറില്ല. വെറുതെ ഉറപ്പില്ല. വെറുതെ സമയങ്ങളിൽ പറഞ്ഞാലും മാറ്റമില്ലാത്ത ആളുകളുണ്ട്. കഴിച്ചിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യം ഈ കുടുംബബന്ധം മനസ്സിന് നമ്മൾ മാറ്റം എത്ര പറഞ്ഞാലും പാറ പോലെ കൽപ്പനിങ്ങനെ അടിച്ചു നടത്തുന്നു. എൻ്റെ വേദന എന്നാലും സ്വന്തം ചുടിച്ചിരിക്കുന്ന ജ്യേഷ്ഠനെ കുടുംബം മൂത്താപ്പട ഒന്ന് പോയിട്ട് സലാം പറയണമെന്ന് തോന്നാത്ത പാറകളെക്കാളും കഠിനമായ ഹൃദയമുള്ള ആളുകളെ ഒന്ന് മാറുകയും ഹൃദയം ഒന്ന് ലോലമാകണം. ഖുർആൻ ഓതിയാൽ കൽബും നമ്മുടെ തൊലിയും ലോലമാകണം. ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ യൂട്യൂബിലൊക്കെ ഖുർആൻ വെച്ചിട്ട് കൽബ് ലോലാവും. നിങ്ങളുടെ കാടിനെ ഇഷ്ടപ്പെടും, ഹൃദയത്തിലെ കാടിനെ ഇഷ്ടപ്പെടും. പിണക്കങ്ങളൊക്കെ മാറ്റം. സാമ്പത്തിക വിഷയമായിരിക്കും പല പടക്കങ്ങളുടെയും സമ്പത്ത് അല്ലാഹു തരുന്നത്. പണം തരുന്നവൻ അല്ലാഹുവാണ്. നിങ്ങൾക്ക് കോടികൾ കിട്ടിയാൽ അതിനെ 0 ആക്കി മാറ്റാം. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കോടീശ്വരനാക്കി മാറ്റാൻ 10 സെക്കൻഡ് മതി. പടച്ചോണിൽ പൂർണ്ണമായി വിശ്വാസമുള്ള ഒരാൾ സമ്പത്തിന്റെ പേരിൽ
ആളാ പണത്താറന്മാരൊന്നുമില്ല, പെങ്ങന്മാരങ്ങളമാരൊന്നുമില്ല, അയൽവാസിമാരൊന്നുമില്ല. അള്ളാഹു വിശ്വസിച്ചുള്ള ഒരാൾ പണം തരാൻ കച്ചവടം കഴിയുന്ന വിശ്വാസിക്കണം. കൽബൊന്ന് അപാരം നടത്തി മാറ്റി, കൽബൊന്ന് ലോലമാനമാണ്, ഒന്ന് മിനുസമുള്ളതാണ്, സോഫ്റ്റ് ആയിട്ട് അള്ളാഹു നമ്മുടെ കൽബ് പിടിച്ചമർത്തട്ടെ. ചങ്ങാതിമാരൊക്കെ ചങ്ങാതിമാരൊക്കെ സലാം പറയാം, പിണങ്ങി നൽകുന്ന ചങ്ങാതിമാരൊക്കെ സലാം പറയാം, അവരൊക്കെ പോയിട്ട് സന്ദർശിക്കും. എല്ലാ തർക്കങ്ങളും മാറ്റണം, എല്ലാ തർക്കങ്ങളും മാറ്റണം. റമദാനിൽ പോലും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ പല പാഠങ്ങളും, ഒരു ആവശ്യമില്ലാത്ത തർക്കങ്ങൾ റമദാനിൽ പോലും വലിയ വലിയ തർക്കത്തിന്റെ മൂലമാരുണ്ട്. കുടുംബബന്ധം മുറിച്ചവരെ നിർത്തുക. രണ്ടാളുകൾക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ ആദ്യം കൊണ്ട് നീ സലാം പറഞ്ഞു, ആദ്യം കൊണ്ട് സലാം പറഞ്ഞു, എന്നിട്ട് തർക്കം ഒഴിവാക്കുക. രണ്ടുപേരുടെയും ആകാശത്തേക്ക് ഉയർത്തട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയുടെ മുകളിൽ തൂങ്ങി നിൽക്കും നമ്മുടെ അമലുകൾ. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ റമദാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ റമദാൻ സ്വീകരിക്കാതെ നമ്മൾ നിസ്കരിച്ചിട്ടുള്ള കാര്യം അല്ലാഹുവിനെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക. രക്ഷപ്പെടുത്തുമെന്ന ചിന്തയോടെ സ്വീകരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും കുടുംബബന്ധം വിച്ഛേദിക്കാത്ത അവരെത്ര നല്ലത് വിചാരിച്ചാൽ അവരുടെ അമലുകൾ പോകില്ല. കൽപുഷത്തുള്ളവർ എല്ലാവരും വിചാരം ഓർപ്പിച്ചോളൂ, അള്ളാഹുവിന്റെ അമൽ സ്വീകരിക്കുമെന്ന്. അത് ഈ പട്ടാപ്പകൽ ചൂട് കൊണ്ടിട്ട് നമ്മൾ നോമ്പ് സഹിക്കാൻ കഴിയുന്നില്ല. 4 വീട്ടിലേക്ക് പോയാൽ ക്ഷീണിക്കാൻ, ടയർഡാവാൻ, ചൂടാണ്. അതുകൊണ്ട് പല വീടുകളിൽ എത്തിയിട്ടുണ്ടാവില്ല. എത്താൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറ്റം പറയണ്ട. തൗബക്ക് വന്നാൽ നമ്മൾ എമൗണ്ട് കൊണ്ട് അത് അവരില്ലാത്ത സ്ഥലത്ത് വേറെ കൊടുക്കണം. തൗബക്ക് വന്നാൽ നമ്മൾ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്ന സ്ഥലം അത് വന്നില്ലെങ്കിൽ കാര്യമില്ല. കവറാക്കി വരുന്ന പൈസ അതിന് തന്നെ വന്നിട്ട് തൗബന്റെ പൈസ വേറെ കൊടുത്തണം, വരാൻ തന്നെ കാക്കണ്ട. ചൂടാണ്, നല്ല ശക്തമായ ചൂട്. 4 തവണ ചെയ്തിട്ട് ഒരാൾ ടയർഡാണ്. നമ്മളെ പോലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, വയസ്സായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്ക് തോന്നിയില്ല വയസ്സിന് വിഷയം. അപ്പോ ഇങ്ങനെയുള്ള അമല് അല്ലാഹു സ്വീകരിക്കും എന്നതിൽ സന്തോഷിക്കുന്നത്. നിങ്ങളുടെ പകൽ നിങ്ങളുടെ ദാഹം സഹിച്ചില്ലേ, രാത്രി മുഴുവൻ നിങ്ങൾ ഉറക്കൊഴിച്ച് നിസ്കരിച്ചില്ലേ, നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അമലുകൾ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുക. കൽബറിന്റെ ശുദ്ധിയാക്കുക. ഇനി വരുന്ന രാത്രി മാക്സിമം എല്ലാവരും മുതലാക്കാൻ